പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ഹൗ ഓൾഡ് ആർ യു എന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഹൗ ഗോൾഡ് ആർ യു എന്നുള്ളതാണ്. പ്രായം കൂടുന്നതനുസരിച്ച് കൂടുതൽ മനോഹരമായിട്ടുള്ള ഗോൾഡൻ ഇയേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള സന്ദേശമായിട്ടാണ് യങ് അറ്റ് ഹാർട്ട് എന്ന സീരീസിൽ അസിഡോംസ് സീനിയർ ലിവിംഗ് ഹോമുകളെ പരിചയപ്പെടുന്നത്. അത്തരം ഒരു സീനിയർ ലിവിംഗ് ഹോമിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനിലേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റിൻ്റെ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ആ പർട്ടിക്കുലർ യൂണിറ്റിൻ്റെ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ചെറിയൊരു നിഷ് കാണാം. ഇതിനെ സീനിയർ ലിവിംഗ് ആർക്കിടെക്ട്സ് വിശേഷിപ്പിക്കുന്നത് മെമ്മറി നിഷ് എന്നാണ്. ഒരാൾ അയാളുടെ വീട് തിരിച്ചറിയുന്നത് ആ ഫ്ലാറ്റിൻ്റെ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഡോറിൻ്റെ കളർ വെച്ചിട്ടോ ആയിരിക്കില്ല, മറിച്ച് ഇവിടെ വച്ചിരിക്കുന്ന ഈ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ ഒരു ഹോളി ക്രോസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഗണപതിയുടെ വിഗ്രഹമായിരിക്കാം, ചിലപ്പോൾ ഒരു നല്ല ഫ്ലവർ ആയിരിക്കാം. ഈ ഫ്ലവറാണ് പ്രായമായ കാലത്ത് തൻ്റെ വീട് തിരിച്ചറിയാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്നത്. എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആർക്കിടെക്ചറിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാം. ഈ ഡോറിൻ്റെ വിട്ട് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒരു വലിയ വീൽ ചെയറോ അതല്ലെങ്കിൽ ഒരു സ്ട്രക്ചറോ കൊണ്ടുപോകുന്നതിന് യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള വീതി കൂടിയ ഫ്രണ്ട് ഡോറുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ തമ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാവുന്ന, അതായത് ആ വീട്ടിൽ താമസിക്കുന്ന ആളുടെ തമ്പ് ഉപയോഗിച്ചുകൊണ്ട് വീട് തുറന്ന് ഉപയോഗിക്കാവുന്ന സൗകര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സിംഗിൾ ബെഡ്റൂം യൂണിറ്റ് ആണ്. ആണ് ഇതിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. നല്ലൊരു സോഫ യൂണിറ്റ്, നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് നമ്മുടെ കീസ് എല്ലാം സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യം, ഡോറിനോട് ചേർന്ന് തന്നെ ഡോറിൻ്റെ ഫ്രെയിം പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൂടെ സൂക്ഷിക്കാനുള്ള സൗകര്യത്തിലാണ്. നിങ്ങളുടെ സ്ഥിര ഉപയോഗത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കുട, നിങ്ങളുടെ തൊപ്പി, നിങ്ങളുടെ ഷൂ, ഇതെല്ലാം സൂക്ഷിക്കുന്നുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇതിനോട് ചേർന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ എല്ലാ കൺവീനിയൻസിനെയും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും എത്ര ശ്രമകരമായിട്ടുള്ള ഡിസൈനിലൂടെയാണ് നമ്മൾ ഈ കിച്ചൺ സെറ്റ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഏരിയയിൽ നമുക്ക് ആവശ്യമായിട്ട് ഫ്രിഡ്ജ്, ആവശ്യമായിട്ടുള്ളൊരു മൈക്രോവേവ്, ആവശ്യമായിട്ടുള്ള കെറ്റില്, വെള്ളം തിളപ്പിക്കുന്നതിനുള്ള അക്വാഗാർഡ്, ഒരാൾക്ക് താമസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കട്ട്ലറീസ്, ക്രോക്കറീസ്, ഇതെല്ലാം നമ്മൾ വളരെ മനോഹരമായിട്ട് ഈ ചെറിയ സ്പേസിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സോഫ യൂണിറ്റ് ഉണ്ട്, അതിനോട് ചേർന്നിട്ട് ഇന്റർകോം സൗകര്യങ്ങളുണ്ട്. ഈ സ്പേസ് മുഴുവൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ക്യാബിനറ്റ് സ്പേസുകളാണ്. TV കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഡിജിറ്റൽ ക്ലോക്ക് നമ്മൾ ഈ റൂമിനകത്ത് സെറ്റ് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ സൂം കോളുകൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സോഫയിൽ നിന്ന് വളരെ കംഫർട്ടബിൾ ആയിട്ട് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലെല്ലാം മക്കളുമായിട്ടൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സംസാരിക്കാം. പുറത്ത് വീഡിയോ ഡോർ ഫോണിൽ ഒരാൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കാണാം. പുറത്ത് സെക്യൂരിറ്റി ക്യാമിൽ ഒരാൾ നമ്മളെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചിത്രം കാണിക്കാനായിട്ടുള്ള വീഡിയോ ഡോർ ഫോൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമാണ്. ഇവിടെ ഒരു ചെയറുണ്ട്, ആ ചെയർ ഉപയോഗിച്ച് നമുക്ക് ഫുഡ് കഴിക്കാം. ഇത് നമുക്ക് അകത്തേക്ക് മടക്കാവുന്നതാണെന്ന് പറഞ്ഞാൽ ഈ സ്പേസ് നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്കിത് ഫോൾഡ് ചെയ്ത് അഴുത്തേക്ക് വയ്ക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളിനി കാണിക്കാൻ പോകുന്നത് ഇതിന്റെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന്റെ ഡോറിന്റെയും വീതി വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്. വളരെ സൗകര്യമായിട്ട് വീൽ ചെയർ അകത്തേക്ക് കടത്താനുള്ള സൗകര്യം. ഒരു ഷാർപ്പ് എഡ്ജ് പോലും ഇതില്ല. എല്ലാ കോർണറുകളും സ്മൂത്ത് ആയി ചെയ്തിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പോലും നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും മുറിയാനിടയാവാത്ത രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജുകളാണ് ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യന്റിന് മുറിവേൽക്കാനുള്ള ഇടയാക്കാത്ത രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് കാണാം വളരെ മനോഹരമായിട്ട് ചെറിയൊരു ബാൽക്കണി ഇതിന് പുറത്തേക്കുണ്ട്. ഇതിനകത്ത് ഒരു TV യൂണിറ്റും സൂം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യം, അതായത് വീഡിയോ കോൺഫറൻസ് ഈവൻ കട്ടിലിൽ നിന്നുകൊണ്ട് പോലും ചെയ്യാനാവുന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർ ബെഡറായി പോകുന്ന സിറ്റുവേഷനിൽ പോലും അവർക്ക് കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് സൗകര്യമാണ് നമ്മുടെ ഈ യൂണിറ്റിനകത്ത് കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഭംഗിയെ പറ്റിയിട്ടാണ്. സാധാരണ രീതിയിൽ സീനിയർ ലിവിംഗ് ഹോമിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുക അതിൻ്റെ കെയറിങ്ങിനെ പറ്റിയിട്ടാണ്. എന്ത് കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്, എന്ത് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഇതിലുള്ള നഴ്സിംഗ് അസിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് പറയുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ടൈലോഡ് കൊടുക്കുക എന്നുള്ളത്, ഗ്രാബ് റെയിൽസ് കൊടുക്കുക എന്നുള്ളത്, സ്മൂത്ത് ആയിട്ടുള്ള കോർണേഴ്സ് കൊടുക്കുക എന്നുള്ളത്, അതിൻ്റെ ഡിസൈൻ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളത്. വീട്ടിലാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ഈ മനോഹരമായിട്ടുള്ള യൂണിറ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ബെഡെല്ലാം വളരെ എൽഡർ ഫ്രണ്ട്ലി, ജെറിയാട്രിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബെഡാണ്. ഇത് എത്ര പ്രസ് ചെയ്താലും താഴത്തേക്ക് പോകാത്തുള്ള ഹാർഡ് ബെഡാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു പാനിക് ബട്ടൺ ഉണ്ട്. ഈ പാനിക് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിയിലും ഒപ്പം തന്നെ നഴ്സിംഗ് സ്റ്റേഷനിലും നിങ്ങൾ ഏത് ഫ്ലാറ്റിൽ നിന്നാണ് പ്രസ് ചെയ്യുന്ന അറിയിക്കുന്ന അലാം പോകും. ഈ അലാം കേൾക്കുന്ന മാത്രയിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ഈ ഫ്ലാറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവർക്ക് കോമൺ ആയിട്ടുള്ള കാർഡ് ഉപയോഗിച്ചിട്ട് വീട് തുറന്ന് അകത്തേക്ക് വരാൻ സാധിക്കും. കിടക്കുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഇന്റർകോം ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. കാഷ്വാലിറ്റിയിലേക്ക് ഏതെങ്കിലും ഇതിനുള്ളൊരു കാഷ്വാലിറ്റി വരാണെങ്കിൽ വിളിക്കാനുള്ള ഒരു ഹോട്ട് ലൈൻ സൗകര്യം ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വാർഡ്രോബ്സ് ഉണ്ട്. ഒരാളുടെ ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം വയ്ക്കുന്നതിന് സൗകര്യമായിട്ടുള്ള നല്ല ഭംഗിയായിട്ട് നിർമ്മാണം പൂർത്തിയിരിക്കുന്ന വാർഡ്രോബ്, മിറർ സൗകര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ആണ്. ഇത്രയും വീതിയുള്ളൊരു ടോയ്ലറ്റ് ഡോർ ഒരുപക്ഷെ ഒരു സീനിയർ ലിവിംഗ് ഹോമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഒരു സ്ട്രക്ചർ വളരെ സൗകര്യപൂർവ്വം ബാത്റൂമിലേക്ക് പോകാനും ഒരു വീൽ ചെയർ വളരെ സൗകര്യപൂർവ്വം ബാത്റൂമിലേക്ക് പോകുന്നതിനുള്ള സൗകര്യമാണ് ഇതിനകത്ത് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഗ്ലാസ് ഒരു പർട്ടിക്കുലർ പർപ്പസോടെ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ കൈയിട്ടിട്ട് ഏതെങ്കിലും രീതിയിൽ അകത്ത് ട്രാപ്ഡായി പോയിട്ടുള്ള ഒരാളുടെ അദ്ദേഹത്തെ പുറത്തേക്ക്
കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പേസ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് സ്ലൈഡിംഗ് ഡോർ കൊടുക്കാനായിട്ടാക്കിയിരിക്കുന്നത്. ഈ ബാത്റൂം തന്നെ നോക്കുക, ഇത്രയും വീതിയേറിയ ഇത്രയും വലിപ്പമുള്ളൊരു ബാത്റൂം സാധാരണ രീതിയിൽ നമ്മുടെ ഫ്ലാറ്റുകളിൽ പോലും നമ്മൾ കൊടുക്കാറില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതിനകത്ത് നമ്മളൊരു വീൽ ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീൽ ചെയർ ഇരുന്നുകൊണ്ട് തന്നെ നേരെ വാഷ് ബേസിനിലേക്ക് വരാം. ഈ വീൽ ചെയർ തിരികെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കൈ കഴുകിയതിന് ശേഷം നമ്മുടെ കയ്യിലെ വെറ്റ്നെസ് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഡ്രയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനോട് ചേർന്നതിന് ആവശ്യമായ പ്ലഗ് പോയിന്റുകൾ, ഗ്രാബ് റെയിലുകൾ, നമ്മൾ പിടിച്ചെഴുന്നേൽക്കേണ്ടി വന്നാൽ പിടിച്ചെഴുന്നേൽക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ. ഈ വാഷ് ബേസിന്റെ എല്ലാം ഡിസൈൻ തന്നെ ജെറിയാട്രിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഷ് ബേസിൻസ് ആണ്. വലിയ ഡെപ്ത് ഉള്ള വാഷ് ബേസിൻ, ഇരുന്നുകൊണ്ട് തന്നെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള വാഷ് ബേസിനാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലോസറ്റിനോട് ചേർന്ന് ഗ്രാബ് റെയിൽ. ഈ ഗ്രാബ് റെയിൽ ശരിക്കും നമുക്ക് ഇങ്ങനെ ഇതേപോലെ രണ്ട് ഭാഗത്തും വെച്ചുകൊണ്ട് പിടിച്ചെഴുന്നേറ്റ് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഗ്രാബ് റെയിൽ സംവിധാനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ ആ വീഴ്ച ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കുന്നുള്ള ഒരു പാനിക് അലാം ഉണ്ട്. ഈ അലാം ഒന്ന് വലിക്കുക മാത്രമേ ആവശ്യമുള്ളൂ. ഈ അലാം ഒന്ന് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സെക്യൂരിറ്റി സൈഡിലും നഴ്സിംഗ് കെയർ സൈഡിലും ഇൻഫർമേഷൻ ചെല്ലും. ഇവിടെ ഒരാളിങ്ങനെ വീണ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് ആവശ്യമുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ അവിടെ കിട്ടും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ബാത്റൂം ഏരിയയാണ്. ബാത്റൂം ഏരിയയിൽ നമ്മൾ നല്ലൊരു ഷവറാം കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്, സോപ്പ് വയ്ക്കുന്നുള്ള സൗകര്യമുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇരുന്ന് കുളിക്കുന്നതിന് ഉള്ള സൗകര്യം കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഇരുന്നുകൊണ്ട് ഒരാൾക്ക് കുളിക്കും, നേരെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വെള്ളം വീഴും, ഇരുന്നുകൊണ്ട് കുളിക്കാനുള്ള സൗകര്യം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ പിടിച്ചെഴുന്നേൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗ്രാബ് റെയിൽസ് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ടവൽസിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴോ കുളിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോഴോ ഏത് ഭാഗത്തും നമുക്കൊരു അസിസ്റ്റൻസ് ആവശ്യമുണ്ട്, അവിടെ എല്ലാം അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രോജക്റ്റ് സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ കംഫർട്ട് നൽകുകയും ഒപ്പം തന്നെ അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ കെയർ കൊടുക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ കൊടുക്കും. ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റിന്റെ ഇന്റേണൽ മാറ്റേഴ്സിനെ പറ്റിയാണ് നിങ്ങളോട് സംസാരിച്ചത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള സർവീസ് ഫെസിലിറ്റീസ് ആണ്. കൊളംബിയ പസഫിക്കുമായിട്ട് ചേർന്ന് അസിറ്റോംസ് നിർമ്മിക്കുന്ന ഈ പ്രോജക്റ്റിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് കൊടുക്കുന്ന സർവീസസ് തന്നെയാണ്. അതിനെ പറ്റിയിട്ട് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. ഇന്ന് നമ്മൾ സംസാരിച്ചത് എന്തുകൊണ്ടാണ് ഒരു സീനിയർ ലിവിംഗ് ഹോം അതിന്റെ ആർക്കിടെക്ചറിൽ, അതിന്റെ രൂപകൽപ്പനയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് എത്രത്തോളം അസറ്റ് ഹോം ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്രത്തോളം കൃത്യമായിട്ടാണ് മറ്റ് പ്രോജക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അസറ്റ് ഹോംസിന്റെ സീനിയർ ലിവിംഗ് ഹോം വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നിങ്ങളിലേക്ക് അറിവെത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു മാർഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.